കോടതി ബന്ധം വേർപെടുത്തിയ നിനക്ക് എന്നെ മറക്കാൻ പറ്റൂ? നീ മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോ, അതാ നിനക്ക് നല്ലത്. ദേ, നീ പടിക്ക് പുറത്തിറങ്ങില്ലെങ്കിൽ ഞാൻ ചൂലെടുക്കും. മരിച്ചുപോയി, ഹരി മരിച്ചുപോയി. അവന്റെ പേര് പോലും ഇനി മിണ്ടിപ്പോരുത്. മൃദുലേ, മൃദുലേ, മൃദുലേ. എന്തായി ആ സമയത്ത്? എനിക്ക് മൃദുലയെ ഒന്ന് കാണണം, മൃദുലയോട് സംസാരിക്കണം. മൃദുലേ, മൃദുലേ, നിന്റെ വേണുവേട്ടനെ ഉപേക്ഷിക്കണമല്ലേ? ആ കടലാസിൽ ഒപ്പിടാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു? കോടതി ബന്ധം വേർപെടുത്തിയ നിനക്ക് എന്നെ മറക്കാൻ പറ്റൂ? ഇല്ല, നിനക്ക് എന്നെ മരണം വരെ മറക്കാൻ പറ്റില്ല. എനിക്ക് നിന്നെ മറക്കാൻ പറ്റില്ല. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല മോളെ. ഇനി ഒരു നിമിഷം പോലും എനിക്ക് നിന്നെ പിടിഞ്ഞിരിക്കാൻ പറ്റില്ല. വാ, നമുക്ക് പോവാം. മക്കളെ പിടിച്ചു, നമുക്ക് പോവാം. വേണു, നീ മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോ, അതാ നിനക്ക് നല്ലത്. എന്നോടൊന്നും പറയരുത്. ഞാൻ എന്റെ ഭാര്യയെ കാണാൻ വന്നതാ. ഭാര്യയെ കാണാൻ കള്ളും കുടിച്ച് പാതിരാത്രിക്കല്ല വരേണ്ടത്. ഹോ, എന്റെ മോളെ കണ്ണീരുടിപ്പിച്ച പോരെ നിനക്ക്? നീ നിന്റെ തന്നിഷ്ടം പോലെ ജീവിച്ചോ? അതിന് കൂട്ടു നിൽക്കാൻ എന്റെ മോളെ ഇനി വിളിക്കണ്ട. ഞാൻ വിളിക്കും. ഞാൻ താലി കെട്ടി എന്റെ പെണ്ണ, എന്റെ കുട്ടികളുടെ അമ്മയാ. ആ ബോധം നിനക്കുണ്ടായിരുന്നെങ്കിൽ നിനക്ക് ഇന്നീ ഗതി വരില്ലായിരുന്നു. വേണു, മര്യാദയ്ക്ക് പറയുന്ന അനുസരിക്ക്. വെറുതെ ആളുകളെ കൊണ്ട് അതും ഇതും പറയിക്കണ്ട. ഇല്ല, ഞാൻ എന്റെ ഭാര്യയെ കൊണ്ട് ഇവിടുന്ന് പോവും. നീ കൊണ്ടുപോവല്ലേടാ? ദേ, നീ പടിക്ക് പുറത്തിറങ്ങില്ലെങ്കിൽ ഞാൻ ചൂലെടുക്കും. ഇറങ്ങി പോടാ. ഞാൻ പോയിക്കോളാം. എനിക്കെന്റെ മക്കളെ ഒന്ന് കാണണം. അതിലെ ഞാൻ പൊയ്ക്കോളാം. എനിക്കെന്റെ മക്കളെ ഒന്ന് കാണണം. അതിലെ പ്ലീസ്. വിളിക്കരുതെന്നെ. വഴിവിട്ട് ജീവിക്കുമ്പോ ഓർക്കണം, സ്വന്തം ഭാര്യയും കുഞ്ഞുങ്ങളെയും കാണാൻ തെണ്ടിയെ പോലെ ഇങ്ങനെ യാചിക്കാൻ നാണയില്ല നിങ്ങക്ക്? എന്റെ മനസ്സിൽ എന്റെ ഭർത്താവ് മരിച്ചുപോയി, എന്റെ മക്കളുടെ ഡാഡി മരിച്ചുപോയി. അവർക്കിനി ഞാൻ മാത്രം, അവരുടെ അമ്മ മാത്രമേ ഉള്ളൂ. ഹരിയേട്ടനെ കണ്ടോ? എന്താ? എന്റെ ഹരിയേട്ടനെ കണ്ടോന്ന്. ഞാൻ കണ്ടില്ല. ഹരിയേട്ടനെ വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് എവിടെ എന്റെ ഹരിയേട്ടൻ? എന്റെ ഹരിയേട്ടനെ എവിടെയാ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ? പറയാൻ. മരിച്ചുപോയി, ഹരി മരിച്ചുപോയി. അവന്റെ പേര് പോലും ഇനി മിണ്ടിപ്പോരുത്. കൊന്നുകളെ ഞാൻ.
ആ ഡാ വേണു വന്ന് കുറെ ബഹളം ഉണ്ടാക്കി. നീ ഇവിടെ ഇല്ലാതിരുന്ന നന്നായി. എന്താ ഉണ്ടായിരുന്നെങ്കിൽ ഇനി മേലെ വരാത്ത രീതിയിൽ രണ്ട് കൊടുത്തുവിടായിരുന്നു. ഹും. അതുകൊണ്ട് തന്നെയാ നീ ഇല്ലാഞ്ഞ നന്നായെന്ന് ഞാൻ പറഞ്ഞത്. ദേ നമ്മളൊരു കാര്യം ആലോചിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നീയും വേണുമായിട്ടൊരു കശപശ ഉണ്ടായില്ലേ, അതൊരു തടസ്സം തന്നെയാ. നമ്മൾ ഉദ്ദേശിച്ച കാര്യം ചിലപ്പോൾ നടന്നില്ലാന്ന് വരും. ഓ, അല്ലെങ്കിലും അത് നടക്കുന്ന കാര്യത്തിൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അവളെപ്പോലൊരു പെൺകുട്ടിക്ക് ചേർന്ന ആളല്ല ഞാൻ. ആ എന്ന് നീ ആണോടാ തീരുമാനിക്കുന്നേ? ഞാനല്ല, അവർ തന്നെ തീരുമാനിച്ചോളൂ. അവൾക്ക് നിന്നോട് ഇഷ്ടക്കുറവുള്ള പോലെ വല്ല പെരുമാറ്റവും? അങ്ങനെയൊന്നുമില്ല, നല്ല സ്നേഹത്തോടെ പെരുമാറിയത്. വീട്ടിൽ ചെന്നപ്പോൾ അമ്മായിയും വളരെ താല്പര്യത്തോടെ സംസാരിച്ചത്. പക്ഷേ അത് കല്യാണമായിട്ട് ബന്ധപ്പെടുത്താൻ നോക്കുമ്പോൾ അവർ രണ്ടാവുന്ന ആലോചിക്കും. അവർ നോക്കുമ്പോൾ എന്നെക്കുറിച്ച് നല്ലതൊന്നും പറയാനില്ലല്ലോ. എടാ നീ ആയിട്ട് ഇനി ഓരോന്ന് ആലോചിച്ചുണ്ടാക്കണ്ട. ഞാൻ കണ്ടിടത്തോളം ഇത് നടക്കാൻ തന്നെയാ സാധ്യത. നാളെ ഞാൻ പെണ്ണി പോയിക്ക് അങ്ങോട്ട് പോവും. കാര്യം ഉറപ്പിച്ചിട്ടേ അവിടുന്ന് മടങ്ങൂ. ആ ദേ പക്ഷെ ഒരു കാര്യം എപ്പോഴും ഓർത്തിരിക്കണം. മായെ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ നീ അവളുടെ അടിമയായി പോകരുത്. മരുന്ന് കഴിച്ചായിരുന്നോ? ഉം. ഷോ രാത്രി കിടക്കാറാകുമ്പോൾ കൈയും കാലും ഒക്കെ വല്ലാത്ത വേദനയാ. സൂചി കൊണ്ട് കുത്തും പോലെ. ശരീരം ഒരു യന്ത്രമാ. ഒരു കാലം കഴിയുമ്പോൾ ഇടയ്ക്കൊക്കെ അതിനൊരു വിശ്രമം കൊടുക്കണം. എങ്ങനെ വിശ്രമം കൊടുക്കാനാ? 100 കൂട്ടം പണിയാ. എല്ലായിടത്തും എൻ്റെ കൈയും കാലും എത്തണ്ടേ? എല്ലാം നീ തന്നെ ചെയ്താലേ ശരിയാവുന്ന നിനക്ക് വാശിയല്ലേ? പിന്നെങ്ങനെയാ? ആ ഇത് കൊള്ളാം. എനിക്കങ്ങനെ വാശിയൊന്നുമില്ല. പിന്നെ ബാല്യക്കാരെ വീട്ടുപറഞ്ഞ ഏൽപ്പിക്കാൻ പറ്റില്ലല്ലോ. അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ വരണ്ടേ? ആരുടെ കാര്യമാണ് നീ പറയുന്നേ? അപ്പൂനെ എങ്ങനെ വിട്ടാ മതിയോ? അവനെ നമുക്കൊരു കല്യാണം കഴിപ്പിക്കണ്ടേ? വേണം. പക്ഷെ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയാത്തവൻ കല്യാണം കഴിച്ചാൽ എങ്ങനെയാ? സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒക്കെ അവൻ ഉണ്ടാക്കുന്നുണ്ട്. അക്കാര്യത്തിലൊന്നും നിങ്ങൾ വിഷമിക്കണ്ട. ദേ ഇളയ സന്തതിയാ. കയറി വരുന്ന പെണ്ണ് ഇവിടെ തന്നെ കാലാകാലം നിൽക്കാനുള്ളതാ. അതുകൊണ്ട് നമ്മുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നൊരു പെങ്കൊച്ചാ നല്ലത്. ദേവൂട്ടിയുടെ മകള് മായെ അപ്പൂന് വലിയ ഇഷ്ടായി. നമുക്കതങ്ങോട്ട് ആലോചിച്ചാലോ? മായയോ? എന്താ നല്ല കുട്ടിയല്ലേ? അതെ. അവൾ ഒരു പാവം പെങ്കൊച്ച. ഇവന്റെ ഈ പരുക്കൻ സ്വഭാവത്തിന് അവൾ ഒട്ടും ശരിയാവില്ല. അപ്പു നമ്മുടെ മോനാ. അവന് നല്ലൊരു പെണ്ണിനെ നമ്മൾ തേടി കൊടുക്കേണ്ടത്. എന്റെ നോട്ടത്തിൽ മായ അവന് ചേർന്ന നല്ല പെണ്ണാ. എന്തിനാ പത്മ ആ കുട്ടിയുടെ ജീവിതം തൊലയ്ക്കണേ? അപ്പുവിനെ നമ്മൾ ജനിച്ചപ്പോൾ മുതൽ കാണണമല്ലേ? എന്ത് കുഴപ്പമുണ്ടെന്നാ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്? കൂടുതലൊന്നും പറയാനില്ല. കുരങ്ങിന്റെ കയ്യിൽ ആരെങ്കിലും പൂമാല സൂക്ഷിക്കാൻ കൊടുക്കുമോ? നിങ്ങൾക്കല്ലെങ്കിലും സ്വന്തം മക്കളെക്കാളും പെങ്ങളെ മക്കളോടാ ഇഷ്ടം. അവിടെയാ കൂറ്. എനിക്കറിയാം. പക്ഷേ എനിക്കങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. ഞാൻ അവന്റെ അമ്മയായി പോയില്ലേ?
നീ കിടന്നില്ലേ? ഇല്ല. എന്നാ നീ മടങ്ങിപ്പോണേ? തീരുമാനിച്ചിട്ടില്ല. ഇവിടെ ഇങ്ങനെ അധിക ദിവസം നിന്നാ അവിടുത്തെ കാര്യങ്ങളൊക്കെ? അത് സാരമില്ല, എൻ്റെ പാർട്ണർ നോക്കിക്കോളൂ. ബിസിനസ്സിലൊക്കെ നല്ല ശ്രദ്ധ വേണം. ഇനിയും കളിച്ച് നടന്നാൽ പറ്റില്ല. ഒരു കുടുംബമായിട്ട് ജീവിക്കേണ്ട പ്രായമൊക്കെ ആയി നിനക്ക്. നിന്റെ അമ്മ ഒരു കാര്യം പറഞ്ഞു, അത് നേരാണോന്നറിയാനാ ഇപ്പം തന്നെ വന്നത്. വേറൊന്നുമല്ല, മായയുടെ കാര്യമാണ്. നേരാണോ? ആ, അതെ. അത് ശരിയാവില്ല. നമുക്ക് വേറെ പെണ്ണിനെ നോക്കാം. വേണ്ട, ആരൊക്കെ പറഞ്ഞാലും കല്യാണം കഴിക്കുന്നെങ്കിൽ എനിക്ക് ആ പെൺകുട്ടി മതി. അത് ശരിയാവില്ലെന്ന് ഞാൻ പറഞ്ഞാൽ നിനക്ക് അനുസരിക്കാൻ പറ്റില്ലേ? അതിന്റെ കാരണം എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു നൂലാമാലയെപ്പെട്ട് കിടക്കുകയാണ്. അതിന്റെ മുകളിലൂടെ വേറൊരു ബന്ധം ആ കുടുംബത്തിൽ നിന്ന് വേണ്ട, അത്ര തന്നെ. അതൊന്നും പറഞ്ഞത് മുടക്കാന്ന് കരുതണ്ട. നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിലും ഞാൻ നാളെ ദേവൂട്ടിയെ കാണാൻ പോകും. പൂമാല കുരങ്ങന്റെ കൈ കൊടുക്കാൻ അവർക്ക് സമ്മതാണെങ്കിലോ എനിക്കതറിയണം. ആ നിർത്ത് നിർത്ത്, ഇവിടെ നിർത്ത്. പൈസ കൊടുക്ക്. ഞാനെന്താ സ്വപ്നം കാണുവാണോ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ദേ നാത്തുനെ, ഈ മുഖത്തേക്ക് നോക്കിയാൽ അറിയാം ഇത്രയും കാലം ഇങ്ങോട്ട് വരാതിരുന്നതിന്റെ പരിഭവം അല്ലേ? ക്ഷമിക്കും നാത്തുനെ, അറിവില്ലായ്മ കൊണ്ട് കാണിച്ചു പോയ തെറ്റാ. തെറ്റാണെന്ന് ബോധ്യം വന്നപ്പോ തിരുത്തണമെന്ന് തോന്നി. എന്താ നാഥുനെ ഇത്? തെറ്റ് ചെയ്തത് ഞാനല്ലേ? തറവാടിന് മാനക്കേടുണ്ടാക്കി ഇഷ്ടപ്പെട്ടവന്റെ കൂടെ ഇറങ്ങിപ്പോയവളല്ലേ ഞാൻ. എന്നെ കാണാൻ വരാതിരുന്ന തെറ്റായിപ്പോയെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പഴംപുരാണം പറഞ്ഞു നിൽക്കാൻ വന്നാണോ ഈ അമ്മയുടെ ഒരു കാര്യം? അയ്യോ, ഞങ്ങൾ പഴയ ആൾക്കാർക്ക് പഴങ്കഥ അല്ലാതെ മറ്റെന്താ മോളെ പറയാനുള്ളത് അല്ലേ? പിന്നല്ലാതെ. ആ വന്ന കാലം നിൽക്കാതെ അകത്തോട്ടിരിക്കാം. വാ, വന്നേ മോളെ. മായേ, അയ്യോ, ഇതെന്തൊരു അത്ഭുത! ഞാനിപ്പൊ അമ്മായിയുടെ മൃദുലേച്ചിയുടെ കാര്യം ഓർത്തതേ ഉള്ളൂ. അതാ മനസ്സിൽ വിചാരിക്കുമ്പോ ദർശനം കൊടുക്കും. ഇനി വരും ചോദിച്ചോളൂ. അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിയാണോ? അല്ലല്ലോ, ഇങ്ങോട്ട് തന്നെ വന്നതാ. എന്താ? നന്നായി. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഇരിക്കും മോളെ. കുഞ്ഞുങ്ങളെ കണ്ടിട്ട് എത്ര നാളായി. ഒന്ന് കാണാൻ കൊതിയാവുക. അതിനെന്താ, അപ്പൂനോട് ഞാൻ പറയാം കുട്ടികളെയും കൊണ്ട് ഇവിടം വരെ വരാൻ. ആ നാത്തൂനിരിക്ക്. ഒരുപാട് കാലമായില്ലേ കണ്ടിട്ട്. കൊറേ വിശേഷങ്ങൾ പറയാനില്ലേ? എന്നോട് വേണുവിന്റെ കാര്യത്തിൽ ഒന്നും തോന്നരുത്. അവൻ പറഞ്ഞത് കേട്ട് മനസ്സറിയാതെ ഞാൻ ഈ കൊച്ചിനോട് തെറ്റ് ചെയ്തു. എനിക്കറിയില്ലായിരുന്നു. മക്കള് പറഞ്ഞത് മുഴുവൻ കണ്ണടച്ച് വിശ്വസിച്ചു പോയി. എല്ലാം തകർത്ത് കളഞ്ഞില്ലേ? എത്ര സന്തോഷമായിട്ട് കഴിഞ്ഞിരുന്നത്. ആ നാത്തൂനെ, മരണം വരെ നമ്മുടെയൊക്കെ മനസ്സിലെ തീയാത്. ഒക്കെ തലവിധിയാണെന്നാ ഞാൻ സമാധാനിക്കുന്നത്. ഓരോ കുഴി ചെന്ന് ചാടുകയാ. എത്ര നല്ല സ്വഭാവമുള്ള ചെറുക്കനായിരുന്നു എന്റെ ഭഗവാനെ. ആ വേണുവിന്റെ കാര്യം നമുക്ക് മറക്കാം. പക്ഷെ ഈ വീടുമായിട്ടുള്ള നമ്മളൊക്കെ തമ്മിലുള്ള ബന്ധം അറ്റുപോകരുത്. അതുകൊണ്ടാ ഞങ്ങളൊക്കെ ഈ അവസ്ഥയിലും ഇവിടെ വന്നത്. പിള്ളേരുടെ അച്ഛനും വല്ലാത്ത മനപ്രയാസ.